നമസ്കാരം. ഏവർക്കും രുദ്രാക്ഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സെപ്റ്റംബർ 14 ഞായറാഴ്ച അഷ്ടമിരോഹിണിയാണ്. ഇന്നിവിടെ അഷ്ടമിരോഹിണിയെ പറ്റിയാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയും രോഹിണിയും ചേർന്നു വരുന്ന ദിവസമാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നത്. ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമിരോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടക്കുന്നു. അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. സാധാരണ ദിവസത്തെ ദർശനത്തേക്കാൾ അഷ്ടമിരോഹിണി ദിവസത്തെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിന് 10 ഇരട്ടി ഫലം കൂടുതലുണ്ടാകുമെന്നാണ് വിശ്വാസം. ഇതോടനുബന്ധിച്ച് തുടർച്ചയായി 3 ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണ ക്ഷേത്രം ആ പ്രദേശത്തില്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രമായാലും മതി. അഷ്ടമിരോഹിണി ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതിന് 100 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അഷ്ടമിരോഹിണി ദിവസം ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രൻ ഉദിക്കും വരെ ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ച് പ്രാർത്ഥനയുമായി കഴിയണം. രാത്രി ചന്ദ്രോദയം കഴിഞ്ഞാൽ ഭഗവത് പൂജയ്ക്ക് ശേഷം പാരണ വീടാം. ഈ ദിവസം പഴകിയ ഭക്ഷണം, അരി ആഹാരം, മത്സ്യമാംസാദികൾ ഇവയെല്ലാം ഉപേക്ഷിക്കണം. പകലും രാത്രിയും ശ്രീകൃഷ്ണ നാമങ്ങൾ ഉരുവിടണം. മന്ത്രങ്ങൾ ചൊല്ലണം. ഭാഗവതം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും അത്യുത്തമം. അഷ്ടമിരോഹിണി നാളിലെ ശ്രീകൃഷ്ണോപാസന ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും പ്രണയ സാഫല്യത്തിനും പാപവിമുക്തിക്കും രാഷ്ട്രീയ വിജയത്തിനും ദാമ്പത്യ സൗഭാഗ്യത്തിനും ധനാഭിവൃദ്ധിക്കും ദാമ്പത്യ കലഹം മാറാനും കർമ്മപുഷ്ടിക്കും ശത്രുതാ നിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും കലാസാഹിത്യ വിജയത്തിനും ധനസമ്പാദനത്തിനും ആപത് രക്ഷയ്ക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കാനും ഭരണപരമായ നൈപുണ്യം വർദ്ധിക്കാനും ഉതകുമെന്നാണ് വിശ്വാസം. അഷ്ടമിരോഹിണി ദിവസം ഭക്തിയോടെയും ശുദ്ധിയോടെയും ആചരിച്ചാൽ തൊഴിൽ പ്രശ്നം, വിദ്യാവിഘ്നം, കടബാധ്യത തീരൽ തുടങ്ങി ഏത് കാര്യത്തിനും ശ്രീകൃഷ്ണാനുഗ്രഹം ലഭിക്കും. അന്ന് വിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ പ്രകീർത്തിക്കുന്ന സ്തോത്രങ്ങൾ ജപിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതേപോലെ തന്നെ ദ്വാദശാക്ഷര മഹാമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ 144 പ്രാവശ്യം 2 നേരവും ജപിക്കുന്നത് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കും പാപശാന്തിക്കും ഗുണകരമാണ്. ജന്മാഷ്ടമി ദിവസം ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും പാരായണം ചെയ്യുന്നതും ഗുണകരമാണ്. അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ പാൽപ്പായസ നിവേദ്യം, ഉണ്ണിയപ്പ നിവേദ്യം എന്നിവയും നടത്താവുന്നതാണ്.